ഈസി ആവുമ്പോൾ ഇച്ചിരി അൺപ്രഡിക്റ്റബിൾ ആവും. പിന്നെ എന്താ ചോദിച്ചത് ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നിയത് NID-നെക്കാട്ടും ബെറ്റർ ആയിരുന്നു. ലാസ്റ്റ് ഇയർത്തേക്കാട്ടും ഈസി ആയിരുന്നു. അതെ, വലിയൊരു പർവ്വതം മാർക്ക് കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തെങ്കിലും മോക്കിനെ കാട്ടി എളുപ്പമായിരുന്നു. ഹായ് ഗൈസ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? പേര് ശ്രീലക്ഷ്മി. എൻ്റെ പേര് ഗോപിക. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ആയോ? 4 ഇത്തിരി പേടിയുണ്ട്. നീ റിസൾട്ടൊക്കെ ഇല്ലേ? പേടിക്കണ്ട, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? ലൈക്ക് റിലേറ്റീവ്ലി ഈസി ആയിരുന്നു, പക്ഷേ ഈസി ആവുമ്പോൾ ഇച്ചിരി അൺപ്രഡിക്റ്റബിൾ ആവും. പിന്നെ എന്താ ലാസ്റ്റ് ഇയർത്തേക്കാട്ടും ഈസി ആയിരുന്നു. സോ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു? അങ്ങനെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ഫിഗർ കൗണ്ടിങ് അങ്ങനെയുള്ള നമ്മൾ ഇത്തിരി പ്രാക്ടീസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ ഇങ്ങനെ മോക്കായി എളുപ്പമായിരുന്നോ ഇത് എളുപ്പമായിരുന്നോ? ഇപ്പോൾ എന്തെങ്കിലും മോക്കിനെ കാട്ടി എളുപ്പമായിരുന്നു. അത് NID-യുടെ കേസും ഇവിടെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് അവർ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ പോർഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് പ്രോഡക്റ്റ് ഡിസൈനിങ് ആയിരുന്നു വന്നത് നമുക്ക് പ്രശ്നം. അപ്പോൾ അത് മാനേജബിൾ ആയിരുന്നു. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് അങ്ങനത്തെ കാര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങൾ? ലൈക്ക് സിസ്റ്റത്തിൻ്റെ ഇല്ല ഒരു കുഴപ്പമില്ലായിരുന്നു. ടൈം മാനേജ്മെന്റ് കാര്യമോ? ടൈം മാനേജ്മെന്റ് ഇത്തിരി തുടങ്ങിയപ്പോൾ ഇത്തിരി കൂളായിട്ടൊക്കെ തുടങ്ങി. പിന്നെ സമയം ഇത്തിരി പോയപ്പോൾ സമയം തീരാറായെന്ന് പറഞ്ഞു. പിന്നെ ഇത്തിരി ഒന്നതായി, പക്ഷെ തീർക്കാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് ഡ്രോയിങ് ആദ്യം ഞാൻ വിചാരിച്ച ടൈം ഇല്ലെന്ന് വിചാരിച്ച് ഞാൻ ആദ്യത്തെ ക്വസ്റ്റൻ ഒക്കെ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് തീർത്തു. പിന്നെ ടൈം ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇത്തിരി റിലാക്സ് ആയി മാനേജ് ചെയ്തു തീർത്തു. എന്തായാലും കുഡ് ഹാവ് ഡൺ ബെറ്റർ. എന്തെങ്കിലും ടഫ് ക്വസ്റ്റ്യനോ ടഫ് സെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്ക് NIT കുറച്ച് ടഫായിരുന്നു. ശരി, NIT-യിൽ എനിക്ക് അത്ര പാടായിട്ട് തോന്നില്ല, പക്ഷെ ചില വോളിയൂമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു മാത്സ് ആകുമ്പോഴത്തേക്കും ഫോമുലൊന്നും അത്രയ്ക്ക് എപ്പോഴും അങ്ങനെയാ നമ്മൾ പണി തരുന്ന സാധനം മാത്സ് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. പക്ഷെ ബാക്കിയെല്ലാം ഭയങ്കര ഫൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം എന്തായാലും ഈ എക്സാമിൻ്റെ റിസൾട്ടിനും നിങ്ങളുടെ അപ്കമിങ് എക്സാമിനും ഓൾ ദ ബെസ്റ്റ്. എല്ലാം സെറ്റാക്കാം. ഹായ്, അപ്പോൾ പേര് പറഞ്ഞു തുടങ്ങിക്കോ. ദേവനന്ദ. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നിയത് NID-നെക്കാട്ടും ബെറ്റർ ആയിരുന്നു. 2 ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് 57 നോർമൽ അരിത്മാറ്റിക് ആൻഡ് ലോജിക്കൽ എന്നായിരുന്നു. രണ്ടും കുഴപ്പമില്ലായിരുന്നു. യൂസ്ഡ് സാധാരണ ഭയങ്കര ഹാർഡാണെന്നാണ് പറയാറ്, പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. ഡ്രോയിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡ്രോയിങ് കുഴപ്പമില്ലായിരുന്നു. ഒരു പെർസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരുന്നു, പിന്നെ ഒരെണ്ണം പ്രൊഡക്റ്റ് ഡിസൈനിങ് ആയിരുന്നു. രണ്ടും അറ്റൻഡ് ചെയ്തു. ടൈം മാനേജ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? ടൈം മാനേജ്മെൻറ്റ് കുറച്ച് ഹാർഡായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് ബെറ്റർ. എന്തെങ്കിലും ടഫായിട്ട് തോന്നിയോ ഇതിൽ? ഇല്ലേ, മേ ബി എനിക്ക് കുറച്ചും കൂടി സമയം കിട്ടിയിരുന്ന ഡ്രോയിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അരിത്മാറ്റിക് അത്ര. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മോക്കും നമ്മുടെ യൂസ്ഡ് എക്സാം കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് എളുപ്പമായിരുന്നു? യൂസ്ഡ് ആയിരുന്നു. എല്ലാവരും അത് കക്കാരും പറയുന്നുണ്ട്, യൂസ്ഡാണ് എളുപ്പമാണ്. അപ്പോൾ എന്തായാലും വരുന്ന എക്സാമിനും റിസൾട്ടിനും ഓൾ ദ ബെസ്റ്റ്. അടുത്ത എക്സാം എഴുതുന്നുണ്ടായിരുന്നു? നിഫ്റ്റിനും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹായ് ഗൈസ്, അപ്പോൾ എക്സാം ഒക്കെ തീർന്നു റിലാക്സ് ഒക്കെ ആയോ? അത്യാവശ്യം നിഫ്റ്റും കൂടെ ഉണ്ടല്ലോ. അതെ, വലിയൊരു പർവ്വതം മാർക്ക് കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളുടെ പേരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? അല്ലാതെ ദേവ്, ഈശ്വർ, കെവിൻ. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? ആപ്റ്റിറ്റ്യൂഡ് വലിയ പ്രശ്നമില്ലായിരുന്നു. ഡ്രോയിങ് അത്യാവശ്യം ഈസി ആയിരുന്നു ഈ പ്രാവശ്യം. ആപ്റ്റിറ്റ്യൂഡ് എളുപ്പമായിരുന്നു, വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എക്സാം. കഴിഞ്ഞ വർഷത്തെക്കാൾ എളുപ്പമായിരുന്നു ആപ്റ്റിറ്റ്യൂഡ്. പിന്നെ ഡ്രോയിങ്ങും പ്രാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ല എളുപ്പമായിരുന്നു. സമയമൊക്കെ കിട്ടി. പിന്നെ ടൈം മാനേജ്മെന്റ് ഒക്കെ ടൈം മാനേജ്മെന്റ് ഒക്കെ വലിയ പാടില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ പുതിയതായിട്ട് അവർ ആഡ് ചെയ്ത ഈ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇപ്രാവശ്യം ചോദിച്ചത് ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ക്വസ്റ്റ്യൻ ആണ്. ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് ഒരു ലഞ്ച് ബോക്സ് ഡിസൈൻ ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. അത് വലിയ പ്രശ്നമില്ല, നമുക്ക് തിങ്ക് വെച്ച് പ്രാക്ടീസ് ചെയ്ത് അതുപോലെയൊക്കെ തന്നെയായിരുന്നു. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്യാം. താങ്ക് യു.